ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അങ്ങ് പറഞ്ഞതിന് ജനറലൈസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. കാര്യങ്ങൾ ജനറലൈസ് ചെയ്താണ് അവതരിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. ഹേമ കമ്മിറ്റിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ പിഴവ് പറ്റിയെന്ന അഭിപ്രായം അമ്മയ്ക്കുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ് ആ റിപ്പോർട്ടിനോട് പരിപൂർണമായി ഞങ്ങൾ യോജിക്കുന്നു, അവരുടെ റെക്കമെൻഡേഷൻസിന് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അതിൽ ആ റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞ, അതിൽ അങ്ങനെ ഒരു വാചകം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ റിപ്പോർട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട്, അവർ ഫംഗ്ഷൻ ഈസ് ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂസ് റിലേറ്റിംഗ് to women in cinema and report, not name or shame anybody or expose the guilty. അതല്ല അവരുടെ ലക്ഷ്യം. അവരങ്ങനെ ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല, അമ്മയിലെ അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒന്നും പറയാത്തൊരു റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറയണം? ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. അതെന്തിനാ ധൈര്യം? അത് നടക്കേണ്ടതല്ലേ? അത് ഭയപ്പെടുന്നുണ്ടെങ്കിലല്ല അതിന് ധൈര്യത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരിക്കലും ധൈര്യം, കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം, ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി? അയാൾ പുറത്തു വരട്ടെ.